അല്ലാഹുവിന്റെ റസൂലിനോട് റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പച്ചയായി പറഞ്ഞില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ സ്വർഗ്ഗത്തിൽ അങ്ങയോടുകൂടെ കൂട്ടായി ജീവിക്കാനുള്ള ഉന്നതമായ പദവി ഞാൻ അങ്ങയോട് തേടുന്നു നബിയേ, സ്വർഗ്ഗത്തിലുള്ള പദവി തേടുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി ശഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് വരേണ്ടി വന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പവറിനാൽ സ്വർഗ്ഗത്തിലെ സ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്താൽ അത് ശിർക്കല്ല, കൊടുക്കുമെന്ന വിശ്വാസവും ശിർക്കല്ല. റബീഅത്തുള്ളത് റബീഅത്ത് ഉദ്ധരിച്ചെന്താ? റബീഅത്ത് വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പ്രവാചകരെ സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസം താങ്കളോട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിയോട് വന്നിട്ട് സ്വർഗം ചോദിക്കുകയാണ് ആര്? റബീഅത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹിയോട് സ്വർഗം ചോദിച്ചുകൊണ്ട് റബീഅത്തെ നീ മുശ്രിക്കാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞോ? പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിയോട് സ്വർഗം ചോദിക്കാം എന്നാണോ? റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കാം എന്നാണോ? എവിടുന്നാ സഹോദരങ്ങളെ നിങ്ങൾക്ക് ആ സക്കാഫി എന്ന് പറയുന്നുണ്ട്? നിങ്ങൾക്ക് തന്നെ സക്കാഫി എന്ന് പറയുന്നുണ്ട്. കാര്യം അങ്ങനെയാണല്ലോ, ബോർഡ് വെക്കൽ എപ്പോഴാ? അതില്ലാതാവുമ്പോഴാ. ബോർഡ് വെക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അതില്ലാതാവുമ്പോഴാ. സക്കാഫത്ത് എന്ന് പറഞ്ഞ സംസ്കാരം എന്ന അർത്ഥം. അപ്പൊ ആ ബോർഡ് വെക്കേണ്ടി വരുമ്പോഴെപ്പോഴാ? അതില്ലാതാവുമ്പോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തില് ഹദീസ്, ആ ഹദീസിനെ തന്നെ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഹദീസിൽ എന്താ ഉള്ളത്? ഹാഫിദ് ഇബ്നു മുൻദിരി അദ്ദേഹത്തിന്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ 1-ാം വാള്യം 249 പേജ്, ആ പേജിൽ പറയും നോക്കൂ, ഇതേ ഹദീസ് തന്നെയാണ്. പക്ഷേ ആ ഹദീസ് ഇച്ചിരി ദീർഘമാണ്. കുന്തു അഖ്ദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാരി ഫൈദാ കാന ലൈൽ ആവൈതു എന്ന് തുടങ്ങുന്ന ഹദീസ്. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുക്കുമായിരുന്നു പകലുകളിൽ. അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിക്കൽ ചെന്നിട്ട് ഞാൻ അവിടെ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബി എന്നിങ്ങനെ പറയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഒന്നുകിൽ ഞാൻ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറങ്ങിപ്പോകുന്നത് വരെ, അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ മറ്റേതെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുന്നത് വരെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, യാ റബിയ സൽനി, ഏ റബിയത്തെ നീ എന്നോട് ചോദിച്ചോ, ഫൗതിയക നിനക്ക് ഞാൻ തരാം. ഫഖുൽതു, അപ്പൊ റബിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻളിർനി ഹത്താ അൻദുറ വതദക്കർതു അന്ന ദുനിയ പാനിയത്തും മുൻകത്യ. അങ്ങനെ ഈ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തീർച്ചയായും ഈ ദുനിയാവ് നശിക്കുന്നതാണ്, മുറിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അസ്അലുക ഞാൻ തങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യാൻ, അയ്യുനജ്ജിയനി മിനൻ നാരി വയുദ്ഖിലനി അൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗ്ഗത്തിൽ കടത്തുവാനും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാനും വേണ്ടി അല്ലാഹുവിനോട് തങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് തങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നത് മാത്രമാണ് എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത്. ഫസക്കത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കട്ടെ മാത്രയിൽ നിശബ്ദനായി. സുമ്മ ഖാല, എന്നിട്ട് നബി ചോദിച്ചു, മൻ അമറക ബിഹാദാ, റബിയത്തെ താങ്കളോട് ആരാണ് ഇത് കൽപ്പിച്ചത്? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, മാ അമറനി ബിഹി അഹദ്, എന്നോട് ഇത് ചോദിക്കണമെന്നായും കൽപ്പിച്ചിട്ടില്ല. വലാകിന്നി, എന്നാൽ അന്ന ദുനിയാ മുൻകത്യാത്തും ഫാനിയ, ഞാൻ മനസ്സിലാക്കി തീർച്ചയായും ഈ ദുനിയാവ് നശിച്ചു പോകുന്നതാണ്, മുറിഞ്ഞു പോകുന്നതാണെന്ന് മനസ്സിലാക്കി. വഅന്ത മിനല്ലാഹി ബിൽ മക്കാനില്ലദീ അന്ത മിൻഹു ഫഅഹബബ്തു അൻ തദ്ഉവല്ലാഹ ലീ, താങ്കളാകട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ എന്നെക്കാൾ സ്ഥാനമലങ്കരിക്കുന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഫഅഹബബ്തു, ഞാൻ ഇഷ്ടപ്പെട്ടു, അൻ തദ്ഉവല്ലാഹ ലീ, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഫായിലുൻ, തീർച്ചയായും റബിയ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ എന്നെയും സഹായിക്കണം. ഈ വിഷയത്തിൽ നീ എനിക്ക് ചെയ്യേണ്ട ഒരു സഹായമുണ്ട്.
ആ സഹായം എന്താണെന്നറിയോ? ബികസറത്തി സുജൂദ്, റബിയത്തെ നീ സുജൂദ് വർദ്ധിപ്പിച്ചോ. ഇത് അത്തർഗീബ് വത്തർഹീബിലുള്ളതാണ്. ഹാഫിദുൽ മുൻദിരിയുടെ അത്തർഗീബ് വത്തർഹീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 249-ാമത്തെ പേജിൽ ഉദ്ധരിച്ചതാണ്. ഈ ഹദീസിലുള്ളതോ, ഈ ഹദീസിലുള്ളത് അസ്അലുക മുറാഫഖതക എന്ന് പറയുന്ന സ്ഥാനത്ത് അസ്അലുക അൻ തദ്ഉവല്ലാഹ ലീ, നബിയെ സ്വർഗം എനിക്ക് കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് തങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന വാചകമാണുള്ളത്. ഈ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം ഹാഫിദുൽ മുൻദിരി പറയുകയാണ്, റവാഹു തബറാനി ഫിൽ കബീർ. ഈ ഹദീസ് തബറാനി അദ്ദേഹത്തിന്റെ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. വറവാഹു മുസ്ലിം, പേരോട് ഇവിടെ പറഞ്ഞില്ലേ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണെന്ന്. ഹാഫിദുൽ മുൻദിരി പറയണം വറവാഹുൽ മുസ്ലിം, മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ലിം മാത്രമല്ല അബൂദാവൂദ്, അബൂദാവൂദും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. മുഖ്താസ്വറൻ ചുരുങ്ങിയ രൂപത്തിൽ, മുഖ്താസ്വറൻ ചുരുങ്ങിയ രൂപത്തിലാണ് അബൂദാവൂദും മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് വലഫ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹദീസ്, പേരോട് പറഞ്ഞ ഹദീസും എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ സുദീർഘമായി വന്നൊരു ഹദീസിന്റെ ഒരു ചുരുക്ക രൂപമാണത്. അത് കണ്ടപ്പോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് കണ്ടപ്പോ, ഓ നബിയോട് സ്വർഗം ചോദിച്ചില്ലേ, അപ്പൊ അത് കിട്ടിപ്പോയി, ഇതാ ചോദിക്കാൻ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. പക്ഷെ മുജാഹിദുകള് നിങ്ങൾ ഉദ്ധരിക്കുന്നതിന് മുമ്പ് ആ ഹദീസ് ഉദ്ധരിച്ച് പഠിച്ച് അതിന്റെ ശറഹ് പഠിച്ച് അത് വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളാ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അബദ്ധത്തിൽ പറ്റുന്നതാണെങ്കിൽ സഹോദരങ്ങളെ തിരുത്താവുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അബദ്ധത്തിൽ പറ്റിയാൽ തന്നെയും അത് അബദ്ധമാണെന്ന് തിരിഞ്ഞാൽ തന്നെയും പിന്നെയും അതിൽ കിടന്ന് മറിയരുത്. കാര്യം അള്ളാഹിന്റെ ദീനിന്റെ പ്രശ്നമാണ്. ഇത് മുഖ്തസറായി വന്ന റിപ്പോർട്ടാണ് മുസ്ലിമിലുള്ളത്. അതിന്റെ പൂർണ്ണരൂപം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഹാഫിദുൽ മുൻദിരി അദ്ദേഹത്തിന്റെ അത്തർഗീബ് വത്തർഹീബിന്റെ 1-ാം വാള്യം 249-ാമത്തെ പേജിൽ അതിന്റെ പൂർണ്ണരൂപം ഉദ്ധരിക്കുകയും മുസ്ലിമിലും അബൂദാവിലുമൊക്കെ ഇത് മുഖ്തസറായിട്ടേ ഹദീസ് വന്നിട്ടുള്ളൂ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മുഖ്തസറായി വന്ന വാചകമാണ് ഇവിടെ ഉദ്ധരിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് തെളിവ് ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിന്റെയും ആയത്തിന്റെയൊക്കെ അവസ്ഥ ഈ പറഞ്ഞതാണ്.